കാണുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും വളരെയധികം പേടിക്കേണ്ട ഒരു മെസ്സേജാണ് ഈ വീഡിയോയിലുള്ളത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. റനാസുന ഇന്ന് തമാശ അടിക്കാൻ വേണ്ടിയിട്ടല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മാറ്റർ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. റനാസുനയെ പറ്റി തന്നെയാണ്. റനാസുനയുടെ കേസ് പറയുകയാണെങ്കിൽ അവിടെ നമ്മുടെ സബ്സ്ക്രിപ്ഷനകത്ത്, പെയ്ഡ് സബ്സ്ക്രിപ്ഷനകത്ത് നല്ല രീതിയിൽ തുണി അഴിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ശരീര പ്രദർശനം നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പല ചാനലുകളിലും ഉണ്ട്, കണ്ടു കഴിഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോകും എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിങ്ങനെ മാറത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. പിന്നെ അവിടെ അച്ഛനോ അവരെ അമ്മയ്ക്കോ അവരെ മക്കൾക്കോ അവരെ സഹോദരിക്കോ ആർക്കും വിഷയമില്ല എന്നുണ്ടെങ്കിൽ നമുക്കെന്ത് വിഷയം എന്നൊരു ക്വസ്റ്റ്യൻ ഇവിടെ വാലിഡ് ആണ്. പിന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും എന്നുള്ളതാണ്. നമ്മളിത് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതുപോലുള്ള വൃത്തികേടുകളും ഇതുപോലുള്ള അഹങ്കാരങ്ങളും പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അവരെങ്ങനെയോ ജീവിച്ചു കൊണ്ട് പോട്ട് എന്നുള്ളതാണ്. ഇപ്പോ വിവാദമായിരിക്കുന്നത് മറ്റൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ആ ഒരു റീല് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിപ്പിക്കാം. അതിനാസ്പദമായിട്ട് കുറച്ച് 1-2 റീൽസും കൂടി ഞാൻ കാണിക്കാം. അതിന് മുമ്പ് സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് കൂടെ കേട്ടോ. ഓക്കെ, ഇത് കണ്ടായിരുന്നു. ഈ റീലാണ് ഒരു വിഷയം. ഈ റീല് അവിടെ ക്യാമറമാരെ അറിയാലോ, റനാസുന എന്ന് പറയുന്ന റാണി എവിടെ പോയാലും ആൾക്കാർ കൂടെയാണ്. ഒരു 10-20 എണ്ണെങ്കിലും ഒരു സെലിബ്രിറ്റീസിന് കേരളത്തിൽ ഇങ്ങനെ ഒരു വേറൊരു സെലിബ്രിറ്റി ഇത്രയും ക്യാമറമാൻമാർ ബാക്കിലേക്ക് കിടക്കുന്ന ഒരു സെലിബ്രിറ്റി ഉണ്ടാകത്തില്ല എന്നുള്ളതാണ്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ഋതപ്പൻ എന്ന് പറഞ്ഞ ആ കൊച്ചുമകൻ, ആ മകന്റെ അടുത്ത് എന്ത് പറയുന്നു, അവള് എന്ത് ചെയ്യുന്നു, കെട്ടിപ്പിടി എന്ത് ചെയ്യുന്നു, നോക്കി വേണം, എന്ത് ചെയ്യുന്നു, ഉമ്മ കൊടുക്കുന്നുണ്ട്, എന്നോടുള്ള വിഷമമാണ് എന്നാണ് റനാസുന അവിടെ പറയുന്നത്. ആ പയ്യന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഋതപ്പന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു ഗ്ലൂമി ആയിട്ടിരിപ്പുണ്ട് അല്ലേ, ഭയങ്കര ഒരു സാഡ് ലുക്ക്, ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി എന്നുള്ളൊരു ഫീലാണ് വരുന്നത്. അപ്പോ അവന്റെ കയ്യിൽ ഒരു മൊബൈൽ ഇരിപ്പുണ്ട്. അവന്റെ നോട്ടം മൊത്തം ആ മൊബൈലിലാണ് അല്ലെ, കംപ്ലീറ്റ് അവന്റെ നോട്ടം ആ മൊബൈലിലാണ്. അവനെ ഈ പറയുന്ന ഈ റനാസുന ഇവിടെ പ്രഹസനമാണ്. ഈ മീഡിയാസ് വരുമ്പോൾ കാണുന്ന പ്രഹസനം. അങ്ങനെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ പയ്യൻ ഈ പറയുന്ന റനാസുന പോയത് കൊണ്ടോ എന്നല്ല, പുള്ളി അവന്റെ കോൺസെൻട്രേഷൻ മൊത്തം ഈ പറയുന്ന മൊബൈലിലാണ്. ഇവനൊരു നല്ല രീതിയിൽ കൊച്ചു ചെറുക്കൻ 6-7 വയസ്സല്ലേ ആവത്തുള്ളൂ, ഇത്രയ്ക്കല്ലേ ആവത്തുള്ളൂ. അപ്പൊ ഇതൊരു ഭയങ്കരമായിട്ടൊരു മൊബൈൽ അഡിക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച്, ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് പോകുന്നത് എന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ സാധനം ഞാൻ വെച്ചുതരാം. ഹിഡൻ ഡേഞ്ചർ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കാണുമ്പോൾ നിസ്സാരമായി തോന്നുമെങ്കിലും വളരെയധികം പേടിക്കേണ്ട ഒരു മെസ്സേജാണ് ഈ വീഡിയോയിലുള്ളത്. പുകവലി, മദ്യപാനത്തേക്കാൾ വലിയൊരു വിപത്താണ് കുട്ടികളുടെ മൊബൈൽ ഫോൺ അഡിക്ഷൻ. പല വീടുകളിലെയും സ്ഥിരം കാഴ്ചയാണ്. പാരൻസ് കുഞ്ഞിന് ഫോൺ കൊടുക്കുന്നു, അവർ അതിൽ മുഴുകിപ്പോകുന്നു. പാരൻസിന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ജോലി ചെയ്യാൻ പറ്റുന്നു. പക്ഷേ കുഞ്ഞ് സാമൂഹികമായി ഇടപെടുന്നത് കുറയുമ്പോൾ വാക്കുകളുടെ വികസനം വൈകുന്നു. ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ഇത് ബാധിക്കുന്നു. ശ്രദ്ധക്കുറവുണ്ടാകുന്നു. ഫോൺ മാറ്റുമ്പോൾ അമിതമായ ദേഷ്യം, കണ്ണിന് സ്ട്രെയിൻ, ഉറക്കക്കുറവ്, ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞ് വളരെ പെട്ടെന്ന് നമ്മുടെ കുട്ടികൾ രോഗികളാകുന്നു. സോ മൊബൈൽ ഫോൺ മാറ്റി പകരം സ്റ്റോറി ടെല്ലിംഗ് ബുക്സ് കൊടുക്കാം, ക്രിയേറ്റിവിറ്റി കൂടുന്ന ടോയ്സ് വാങ്ങിക്കൊടുക്കാം. ആഹാരം കഴിക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുന്നേയും ഫോൺ കൊടുക്കാനേ പാടില്ല. വല്ലപ്പോഴുള്ള ഫോൺ യൂസ് കുഴപ്പമില്ല, പക്ഷേ ഡെയിലി ഉള്ള ഫോൺ യൂസ് മാരകമായ അഡിക്ഷനിലേക്കാണ് കുട്ടികളെ കൊണ്ടെത്തിക്കുന്നത്. കണ്ടോ, ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളി പറയുന്നത്. അതായത് പുള്ളി പറയുന്നത് പുകവലി, മദ്യപാനം എന്നതിനേക്കാൾ ഉപരി, അതിനെക്കാട്ടി വലിയൊരു ഡേഞ്ചറാണ് ഈ പറയുന്ന ഒരു സംഭവം. പുള്ളി കണ്ണ് കാണിക്കുന്നുണ്ട്. ഉറക്കം ക്ഷീണം അവന്റെ കണ്ണുകളിൽ ഉണ്ട് എന്നുള്ളതാണ്. അവന്റെ മറ്റൊരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാമേ. അവന്റെ ഫോട്ടോ ഇപ്പൊ ഇത് മുമ്പ് എടുത്തുള്ള ഫോട്ടോയാണ് കേട്ടോ. അതിൽ അവൻ എന്ത് പ്രസന്റ് ആയിട്ട് അവന്റെ കണ്ണുകളിൽ ആ തിളക്കമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പോഴവൻ ഇരിക്കുന്നുണ്ടോ, അവന്റെ ശ്രദ്ധ മൊത്തം അവൻ ഏതിലാണ്, ഈ പറയുന്ന മൊബൈലിലാണ്. കാരണം അമ്മയില്ല, അമ്മ രാവിലെ തൊട്ട്
ഇറങ്ങി പോവുകയാണ്. വന്നാ വന്ന്, വന്നില്ലെങ്കിൽ വന്ന്. അവിടെ അവനൊരു മൊബൈലും കൊടുത്തിട്ട് പോകുന്നുണ്ട്. ഇവൻ ഈ മൊബൈലിലാണ് കംപ്ലീറ്റ്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, അവൻ കൊച്ചാണ്, അവൻ എന്ത് കൊടുക്കുന്നു, അവൻ അതിൽ അഡിക്റ്റ് ആയി, അവന് ഉറക്കമില്ല, അവന്റെ ബുദ്ധി വളർച്ചയ്ക്ക് അത് സാരമായി ബാധിക്കുന്ന ഈ ഡോക്ടർ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മനസ്സിലായി? അവന്റെ ബുദ്ധി വളർച്ച, അവന്റെ ചിന്താശേഷി, ഇതിലൊക്കെ ഇത് സാരമായിട്ട് ബാധിക്കുമെന്നുള്ളത്. അതുമല്ല, പെട്ടെന്ന് രോഗിയാവാനുള്ള അവസ്ഥയും കൂടിയാണ്. ഇത് ഒരു ചൈൽഡ് വെൽഫെയർ ഈ പറഞ്ഞ ശിശുക്ഷേമ വകുപ്പോ അവരാരെങ്കിലും കാണണമെങ്കിൽ ഇവരുടെ പേരില് ഈ അഴിഞ്ഞാടി നടക്കുന്നില്ലേ, ഒരു നാണവും മാനവും ഇല്ലാതെ അഴിഞ്ഞാടി നടക്കുന്നില്ലേ, ഇവരുടെ പേരിൽ കേസ് വന്ന കുടുങ്ങും. ഇതിനു മുമ്പേ ഒരു കേസ് വന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? ഇതേ രീതിയിൽ വിളിച്ച് ഇവരെ വിളിച്ച് എനിക്ക് തോന്നുന്നു പിന്നീട് വാണിംഗ് ചെയ്ത് വിട്ടിയാണ്. അന്നൊരിക്കൽ എന്തോ ഒരു പാടോ എന്തോ ഒരു കടിച്ച പാട്, ഹൃദപ്പന്റെ കുറുക്കിൽ എന്തോ ഒരു പാടുണ്ട്, എന്തോ കടിച്ചൊരു പാട്. അത് ഇവിടുത്തെ എന്ത് പാടാന്ന് ചോദിക്കും. അപ്പം അമ്മയ്ക്ക് ഒന്നിനെ പറ്റിയും അറിയത്തില്ല. അതുപോലെ ഈ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ റീലിന് വേണ്ടിയൊക്കെ എടുക്കുമ്പോൾ അവൻ ഇട്ടിക്കുന്ന ഡ്രസ്സ്, അത് നിങ്ങൾ മനസ്സിലാക്കി എവിടെയോ എടുത്ത് ചുരുട്ടി കൂട്ടിയിട്ട് ആ സമയത്തിന് വേണ്ടി എടുത്ത് ഇടുന്നത് പോലെ നിങ്ങൾ കണ്ടിട്ട് എപ്പോഴും ചുരുങ്ങി. ഇവള് ഈ പിന്നെ റെനാസുര ഭയങ്കരമായിട്ട് മോഡേണായിട്ട് മറ്റൊന്ന് മുറകുട്ടി നിൽക്കറും മറ്റൊന്ന് മറിച്ചതൊക്കെ ഇട്ടും ഭയങ്കര അടിപൊളിയായിട്ട് നടക്കും. പക്ഷെ ഈ ചെറുക്കൻ അല്ലെങ്കിൽ ഈ പയ്യൻ, ഈ മോൻ, ഇവൻ എന്ത് ചെയ്യുന്നത്, ഇവൻ ആരും ശ്രദ്ധിക്കുന്നില്ല. അച്ഛനില്ല, അമ്മയില്ല. ഇവന്റെ ഒരു ആശ്രയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലാണ്. മനസ്സിലായി? അവന്റെ അമ്മയെ വിളിക്കണമെന്നോ അല്ലെങ്കിൽ അമ്മയോട് സംസാരിക്കണമെന്നോ എന്തെങ്കിലും നിങ്ങൾ ഈ റീലിലല്ലാതെ ഇവൻ എപ്പോഴെങ്കിലും അമ്മ പോകുമ്പോൾ കരയുന്നതായിട്ടോ അമ്മ എടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടോ, ഇന്ന് ഈ പ്രായത്തിലുള്ള കുട്ടികൾ അങ്ങനെയാ ചെയ്യാനുള്ളത്. പിന്നീട് അമ്മ എടുക്കണമെന്ന് വാശി പിടിക്കുന്നതായിട്ടോ ഇപ്പൊ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും റീലിൽ വരും, ഇവനെ പിടിച്ചു നിർത്തും. ഞാനിപ്പോ കുറച്ചും കൂടി റീൽ കണ്ടത്, ഇവനെ ഇങ്ങനെ പിടിച്ചു നിർത്തും, ഒന്ന് രണ്ട് കാര്യം ചോദിക്കും, പോന്ന് പറയുമ്പോൾ ഓട്ടം കാണണം. ഇവൻ എവിടെ നിന്ന് പോയാൽ മതി. അപ്പോഴൊക്കെ ഇവന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട് എന്നുള്ളതാണ്. ഞാൻ വേറൊരു വീഡിയോ വെച്ച് തരാമേ, വേറെ ഒരു വീഡിയോ. ഇവിടെ കണ്ടോ, ഒരുപാട് ഉമ്മ കൊടുക്കുന്നുണ്ട്, അവനത് പിടിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കിയോ, അവന്റെ കയ്യിൽ ഇപ്പോഴും മൊബൈൽ ഉണ്ട്. മനസ്സിലായി? ഇത് റീല് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ഇതാ കണ്ടോ, അവൻ കൈ തട്ടി മാറ്റുന്നുണ്ട്. ആ മൊബൈൽ പിടിക്കുമ്പോ പക്ഷെ അവന് പ്രശ്നമാണേ. ഇപ്പൊ നോക്കിയോ, ആ മൊബൈലിന് വേണ്ടിയുണ്ട് അവൻ കൈ നീട്ടുന്നുണ്ട്. അവൻ മൊബൈൽ വാങ്ങിച്ചു, അവൻ സ്ഥലം വിട്ടു. അവന് വേണ്ടത് എന്താണ്? അവന് വേണ്ടത് മൊബൈലാണ്. മനസ്സിലായോ? അവൻ സ്ഥലം വിടുകയാണ്. അവൻ അതും കൊണ്ട് സ്ഥലം വിട്ടു. ഇതല്ല, ഇനി ഒന്നും കൂടി ഉണ്ട്. ഇവരുടെ പ്രൊഫൈലിൽ തന്നെ കിടക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഇനി ഒന്നും കൂടി ഉണ്ട്. ഇവിടെ കണ്ടോ, ആ മുഖത്തടിക്കുന്ന മൊബൈലിന്റെ വെട്ടം കണ്ടോ നിങ്ങൾ? ആ മുഖത്തടിക്കുന്ന മൊബൈലിന്റെ വെട്ടം. ഇവിടെ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ കോൺസെൻട്രേഷൻ മൊത്തം, അവന്റെ ചിന്ത മൊത്തം, അവന്റെ ആഹ്ലാദം മൊത്തം, അവൻ എന്താ പറയുന്നത്, പിന്നീട് എൻജോയ് ചെയ്യുന്നത് മൊത്തം ഈ മൊബൈലിലാണ്. സദാസമയവും ഈ പയ്യൻ, ഈ കൊച്ചു പയ്യൻ, 5-6 വയസ്സുള്ള ഈ പയ്യൻ മൊബൈലിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് അവരുടെ പാരന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലാണ് ഈ കൊച്ചിനെ ഇങ്ങനെ വളർത്തുന്നതെങ്കിൽ ഇവന്റെ അവസ്ഥ ആലോചിച്ചു നോക്കും. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ സാധനം, ഇവന് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന സാധനങ്ങൾ, ഇതൊക്കെ വളരെ സത്യമാണ്. മനസ്സിലായി? അവിടെ നോക്കാൻ ആരുമില്ല. തങ്കനുണ്ട്, തങ്കച്ചൻ, പുള്ളി മകൾ എന്ത് ചെയ്യുന്നു നോക്കാറില്ല. മകളെക്കരയിൽ ക്യാഷ് കൊണ്ടുവരിക, അത് വെച്ച് അടിച്ചു വിറ്റായി കിടക്കുക എന്നുള്ളതാണ്. അവരുടെ അമ്മയുണ്ട്. ഇവർ ആരും ഇത് നോക്കുന്നില്ല. കാരണം അച്ഛൻ മരിച്ചുപോയി, ആ കൂടെ ഉള്ളത് അമ്മയാണ്. അമ്മ വല്ലപ്പോഴും വന്നാലായി ഈ പറയുന്ന ഓൺലൈൻ മീഡിയാസ് വരുമ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നേഹങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന മകൾക്ക് അല്ലെ മകന് ഈ അമ്മയോടൊരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമോ അത്രയ്ക്ക് സ്നേഹമോ ഇല്ല. അത് കൊടുക്കണം. അത് കൊടുത്താൽ മാത്രമേ അവന് കിട്ടുള്ളൂ. അവനിപ്പോ ആ സ്നേഹം കിട്ടുന്നത്, അവന് വേണ്ടത് മൊബൈലാണ് അല്ലേ. അവനിപ്പോ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് അത്. ഇല്ലെങ്കിൽ അവനെ വിളിച്ചു വാങ്ങിച്ചു അവൻ കരയും. എവിടെ പോയാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, മുഖ്യ റീലുകളിലും ഋതപ്പന ആയിട്ട് ഷൂട്ട് ചെയ്യുന്ന റീലുകളിൽ ഒരു 99% അവന്റെ കയ്യിൽ മൊബൈൽ ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ ഈ പാരന്റിങ്ങിന്റെ പിന്നീട് ഫലമായിട്ട് ഇപ്പൊ നല്ല രീതിയിൽ പാരന്റിങ് കൊടുക്കാത്തതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഈ പയ്യന്, അതായത് ഈ കൊച്ചു ഋതപ്പന് ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, അസുഖങ്ങൾ, പുള്ളി പറഞ്ഞതുപോലെ ഈ പറയുന്ന മദ്യപാനവും പുകവലിയും അതിനെക്കാട്ടി വലിയ രീതിയിലുള്ള ഡേഞ്ചറാണ് ഈ ഒരു മൊബൈൽ അഡിക്റ്റിൽ വരുന്നത്. ചിന്താശേഷിയുടെ കുറവ്. അങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം ആരാണ്? ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം കൃത്യമായിട്ട് ഈ പറയുന്ന രണാസുനയാണ്. മനസ്സിലായോ? ഈ പറയുന്ന നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ തുണി മാറ്റി അല്ലെങ്കിൽ ശരീര പ്രദർശനം കൊണ്ട് കാണിച്ചാൽ മാത്രം സ്വന്തം മകനെയും കൂടി നോക്ക്. മനസ്സിലായോ? അവിടെ നാറി എന്തായാലും ഞാൻ ആ കാറ്റഗറി ആണെന്ന് താങ്കൾ പിന്നീട് ലേബൽ ചെയ്ത് കഴിഞ്ഞു.
ഞാനിനി ഇതാണ്, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതാണ്, എനിക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഞാൻ ഇതല്ലേ ഇതിന്റെ അപ്പുറം കാണിക്കും, നീയൊക്കെ പോയി പണിയെടുക്കട എന്നുള്ളതാണ്. എന്തോ ആയിക്കോട്ടെ, അവരായി അവരെ പാടായി എന്നുള്ളതാണ്. പക്ഷെ ഇത് ഇത് ഈ പറയുന്ന ചൈൽഡ് വെൽഫെയർ അവര് അറിഞ്ഞാലോ, ശിശുക്ഷേമ വകുപ്പൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് പണിയാണ്. മനസ്സിലായി? അതായത് കുട്ടിയെ നോക്കുന്നില്ല, പിന്നീട് അമ്മ എന്ത് തോന്നിവാസം പോലെ അടിച്ചു കറങ്ങി നടക്കുകയാണ്, കുട്ടിയെ നല്ല രീതിയിൽ പരിപാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സാധനവും എടുത്തിട്ടുകൊണ്ട് ഈ പയ്യന് എന്താണ് മൊബൈൽ അഡിക്റ്റ് ആണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ പല മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാനും മന്ദത വരാനും കൂടി. മനസ്സിലായോ? എന്നുവെച്ചാൽ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ല. നമ്മൾ പല റീൽസിലും കണ്ടിട്ടുണ്ട്, ചില കുട്ടികൾ ഈ മൊബൈൽ എടുത്ത് പിടിച്ച് മാറ്റും, എന്ത് വട്ട് പോലെ പേ പിടിച്ചതുപോലെയൊക്കെ ആവും. കാരണം അമ്മാതിരി അഡിക്റ്റ്. വേറെ ആരും ഇല്ല അവന്റെ കൂട്ടത്തിൽ കളിക്കാനോ സംസാരിക്കാനോ സ്നേഹം പങ്കിടാനോ ഒന്ന് കെട്ടിപ്പിടിക്കാനോ. ഈ പ്രായത്തിൽ, ഇവന്റെ പ്രായത്തിൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ വേണ്ടതല്ലേ? മനസ്സിലായില്ലേ? കളിക്കാനും പിന്നെ അവനോട് തമാശ പറയാനും കെട്ടിപ്പിടിക്കാനും എന്തൊക്കെ സന്തോഷം ഇതൊക്കെ വേണ്ടത് അമ്മയാണ്. ആ അമ്മയുടെ സ്ഥാനത്ത് അവനിപ്പോ ഉള്ളത് മൊബൈലാണ്. ഇത് വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മൾ ഒരിക്കലും തമാശയായിട്ട് കാണാൻ സാധിക്കില്ല. ഇത് ഈ പറയുന്ന ചൈൽഡ് ശിശുക്ഷേമ വകുപ്പിന്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അമ്മ 101% പെട്ടിരിക്കും. നമ്മുടെ അഭിപ്രായം കമന്റ് നമുക്ക് കാണാം. ജയ് ഹിന്ദ്.